ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 17ാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗത്തിൻ്റെ പേര് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ പാഠഭാഗം ഒരു സ്പീച്ചാണ്, അതായത് ഒരു പ്രസംഗമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ്. ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഈസ് എ സ്പീച്ച് ഗിവൺ ബൈ Jawaharlal Nehru. There is confusion and worry in Nehru's mind about the best way forward. History to him was like a voyage to discover the past. Nehru was aware of the country's achievements and shortcomings. നെഹ്റു ഈ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രവും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ ചൈതന്യവും ദ്രുതഗതിയും നഷ്ടമായതായി അദ്ദേഹം പറയുന്നു. Through the speech, he talks about his dreams about future India. He also complains about the division among people based on caste and customs. He wants to build a new India on old foundation. Nehru believes that science and technology will be able to solve the problem of providing primary necessities of life to everyone all over the world. He wanted India to be free from all sorts of violence and people be united. സമൂഹത്തെ ജാതിയുടെയും ആചാരങ്ങളുടെയും പേരിൽ വേർതിരിക്കുന്നു. ഇന്ത്യയുടെ ഭൂതകാലവും ഭാവികാലവും അവളെ എതിർ ദിശയിലേക്ക് വലിക്കുന്നു. നമ്മുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ടും സമൂലമായ പരിഷ്കാരങ്ങൾക്കു വേണ്ടിയും അദ്ദേഹം നിലകൊള്ളുന്നു. സത്യവും സമാധാനവും ഉയർത്തിപ്പിടിച്ച് ഒരു പുതിയ ജനതയെ വാർത്തെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സയൻസിന്റെയും സാങ്കേതികവിദ്യയുടെയും ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. തന്റെ ലക്ഷ്യങ്ങളെ അങ്ങേയറ്റം ആത്മാർത്ഥത വെച്ച് പുലർത്തിയിരുന്നു. ഈ പ്രസംഗത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയും അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കുറിച്ചാണ്. ഇന്ത്യ എന്നത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥലമാണെന്നും അതോടൊപ്പം തന്നെ അതിലൊരു ഡൈവേർഷൻസോ അല്ലെങ്കിൽ അതിലൊരു വേർതിരിവോ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. നാം സ്വാശ്രയ ശീലമുള്ളവരായിരിക്കണമെന്നും നമ്മുടേത് മഹത്തായ രാജ്യമാണെന്ന് നാം വിശ്വസിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ജവഹർലാൽ നെഹ്റു തൻ്റെ ഈ പ്രസംഗത്തിലൂടെ പറയുന്നു. സ്വാശ്രയത്വമുള്ള ജനങ്ങളായി മാറി ജാതിയുടെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും പേരിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് വർഗ വിവേചനമില്ലാതെ മനുഷ്യരെന്ന ഒറ്റ വിഭാഗമായി നമ്മുടെ ഇന്ത്യയെ മാറ്റണമെന്നും അദ്ദേഹം പറയുന്നു. ഈ പ്രസംഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എല്ലാവരും ഒരുപോലെ നിൽക്കണം, ഒരുപോലെ സ്നേഹിക്കണം. ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ഐക്യത്തിൽ യാതൊരുവിധ കാര്യങ്ങളും ഉൾപ്പെടുത്താനോ പാടില്ല എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിലുള്ള യാതൊരു വിവേചനങ്ങളും നമ്മുടെ രാജ്യത്ത് പാടില്ല എന്നും എല്ലാവരും ഒരേ മനസ്സോടെ സഹോദരങ്ങൾ പോലെ സ്നേഹിച്ച് കഴിയണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ പ്രസംഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എല്ലാവരും ഒരുപോലെ നിൽക്കണം, ഒരുപോലെ സ്നേഹിക്കണം. ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ഐക്യത്തിൽ യാതൊരുവിധ കാര്യങ്ങളും ഉൾപ്പെടുത്താനോ പാടില്ല എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിലുള്ള യാതൊരു വിവേചനങ്ങളും നമ്മുടെ രാജ്യത്ത് പാടില്ല എന്നും എല്ലാവരും ഒരേ മനസ്സോടെ സഹോദരങ്ങൾ പോലെ സ്നേഹിച്ച് കഴിയണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.